ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലൈഫ് ബോട്ട് മെയിൻ്റനൻസ്. ലൈഫ് ബോട്ട് ചെക്കിങ്ങിൻ്റെ 1 by 1 ഉള്ള സ്റ്റെപ്പ് ബൈ പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ലൈഫ് ബോട്ട് മെയിൻ്റനൻസ് ചെക്കിങ്. ഷിപ്പ് പോർട്ടിലെത്തുന്ന സമയത്ത് ആങ്കറിംഗ് ഉള്ള പോർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈഫ് ബോട്ട് ചെക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലൈഫ് ബോട്ട് ചെക്കിങ്ങിൻ്റെ പ്രൊസീജിയറാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇത് മോസ്റ്റ്ലി ആങ്കറിംഗ് പോർട്ടിലാണ് ലൈഫ് ബോട്ട് യൂസ് ചെയ്യുന്നത്. സോ എല്ലാ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ലൈഫ് ബോട്ടിൻ്റെ പ്രൊസീജിയർ. സോ ഇത് ചെറിയൊരു ബേസിക് നോളജ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. സോ എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് ബോട്ട് മെയിൻ്റെനൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ടെൻഡർ ബോട്ടാണ്. സോ ടെൻഡർ ബോട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ടോപ്പ് സൈഡിലുള്ള നാവിഗേഷൻ ലൈറ്റ് ഉണ്ട്, ആഫ്റ്റും ഫോർവേഡ് 2 നാവിഗേഷൻ ലൈറ്റും മുകളിൽ ഫ്ലാഷ് ലൈറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് പോകാം. ഇത് 2 എൻജിൻ പവേർഡ് ആയിട്ടുള്ള ലൈഫ് ബോട്ടാണ്. കപ്പാസിറ്റി 150. സോ ഇത് കാണുന്നത് ഇൻറ്റീരിയർ ലൈറ്റ്. ഇത് കാണുന്ന അടുത്ത് ഇൻറ്റീരിയർ ലൈറ്റ്. ഇതിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ വെന്റിലേഷൻ ഫാനുണ്ട്. ഇത് വെന്റിലേഷൻ ഫാനാണ്. സോ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇത് ബാറ്ററി ചാർജിങ് ആണ്. 2 ബാറ്ററി ഉണ്ട്, 1 and 2. ഇപ്പുറത്ത് കാണുന്നത് ബോത്ത് ത്രസ്റ്റർ. സോ ബാറ്ററിയുടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ബാറ്ററി 1, ബാറ്ററി 2. സോ ഇതിൻ്റെ ബാറ്ററി ചാർജിങ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് 12 വോൾട്ട് DC. ചാർജിങ് കറണ്ട് 5 ആംപിയർ. മെയിൻ വോൾട്ടേജ് 48 വോൾട്ട് DC. സോ ടോട്ടൽ കവർ വരുന്നത് 48 വോൾട്ടേജ് ആണ്. 2 ബാറ്ററി ഉണ്ട്, ത്രസ്റ്റർ ബാറ്ററി ആൻഡ് ലൈഫ് ബോട്ട് ബാറ്ററി. അത് 2 ബാറ്ററിയാണ് ഇതിൽ കാണുന്നത്. ഇതാണ് ബാറ്ററിയുടെ സെക്ഷൻ വരുന്നത്. ബാറ്ററി സെക്ഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളിത് ഈ സെക്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇത് മുകളിലേക്ക് പൊക്കുക, കുറച്ച് സ്ലൈഡ് ചെയ്യുക. കാണാൻ സാധിക്കും 2 ബാറ്ററി. ഇതാണ് ലൈഫ് ബോട്ടിൻ്റെ ബാറ്ററി വരുന്നത്. എൻജിൻ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ സൈഡ് കാണുന്നതാണ്. ഇതിൻ്റെ കവർ പൊക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ ഹാച്ചിൽ കാണാൻ സാധിക്കും എൻജിൻ നമ്പർ 1. അപ്പുറത്ത് കാണുന്നത് എൻജിൻ നമ്പർ 2. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് വൈപ്പർ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈപ്പർ, ഈ വെന്റിലേഷൻ ഫാൻ ഒക്കെ ഓണാകാനായിട്ട് പോർട്ട് സൈഡിലുള്ള എൻജിൻ ഇപ്പോൾ കാണാൻ സാധിക്കും. ആ പോർട്ട് സൈഡിലുള്ള എൻജിൻ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇൻറ്റീരിയർ ലൈറ്റൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നോർമലി സ്റ്റാൻഡ് ബൈ തന്നെ ബാറ്ററി ഓൺ ചെയ്യുക. ബാറ്ററി ഓൺ ആക്കിയതിന് ശേഷം കൺട്രോൾ പാനൽ സ്വിച്ച് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പ്രീ ഡിപ്പാച്ചർ, നമ്മളിപ്പോൾ ടെൻഡറിങ് ഓപ്പറേഷനുള്ള സമയത്ത് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുക. 2 ബാറ്ററിയുടെ വോൾട്ടേജ് DCയിൽ ചെക്ക് ചെയ്യുക. മാക്സിമം ഒരു 13 അല്ലെങ്കിൽ 12 എന്നാണ് വരുന്നത്. അതിനുശേഷം ബാറ്ററി ലോഡ് ടെസ്റ്റർ വെച്ചിട്ട് ബാറ്ററി ലോഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകുന്നത് ബോത്ത് ത്രസ്റ്റ് വരുന്നത് ഫ്രണ്ട് സൈഡിലാണ്. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റെപ്പ് ലൈറ്റാണ്. ഇപ്പുറത്തും കാണാൻ സാധിക്കും, അവിടെയും സ്റ്റെപ്പ് ലൈറ്റ് ഉണ്ട്. ആ സൈഡിലും സ്റ്റെപ്പ് ലൈറ്റ് കാണാൻ സാധിക്കും. ഇതിന് ബാക്കിൽ വേറെ വരുന്നത് ബിൽജ് പമ്പുണ്ട്, ബിൽജ് ഫാനുണ്ട്. ഇവിടെ ഒരു ഫാനുണ്ട്. ടോപ്പ് പാർട്ടിൽ ഈ കാണുന്നതും ബിൽജ് എക്സോസ്റ്റ് ഫാനാണ്. താഴെ കാണുന്ന എൻജിൻ എക്സോസ്റ്റ് ഫാനും ഇത് ടോപ്പ് സൈഡ് റൂഫ് എക്സോസ്റ്റ് ഫാൻ. നമുക്കിനി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. സോ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതാണ് ത്രസ്റ്റർ, ബോത്ത് ത്രസ്റ്റർ. ഷിപ്പിനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇത് ബോട്ടിന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യുന്നത് ബോത്ത് ത്രസ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. ചെറിയൊരു ബോത്ത് ത്രസ്റ്റർ ഉണ്ട്. ഇത് അതിൻ്റെ വാൽവാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് ഇത് സർച്ച് ലൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ സെർച്ച് ലൈറ്റ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് സെക്ഷൻ വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ സെക്ഷൻ വരുന്നത്. സ്റ്റിയറിംഗ് സെക്ഷനാണ് വരുന്നത്.
ഇനി ഇതാണ് കൺട്രോൾ പാനൽ. ഇവിടെയാണ് നാവിഗേഷൻ ലൈറ്റ് ഐറ്റംസ് ഒക്കെ കാണുന്നത്. VHF, ഇൻ്റർകോം. കൺട്രോൾ പാനലാണ് ഈ കാണുന്നത്. 2 സെക്കൻഡ് കൺട്രോൾ പാനൽ, ബോത്ത് ത്രസ്റ്റർ കൺട്രോൾ പാനൽ, മെയിൻ ബാറ്ററി കൺട്രോൾ പാനൽ. കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. VHF, UHF ആൻഡ് GPS ഒക്കെയാണ് ഈ കാണുന്നത്. പിന്നെ സ്റ്റിയറിങ്, ഇതാണ് ഇതിൽ ലൈറ്റ് ബോട്ടിൽ വരുന്നത്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ചെക്ക് ചെയ്യണം, നാവിഗേഷൻ ലൈറ്റ്, ബാറ്ററി വോൾട്ടേജ് ഒക്കെയാണ് ലൈറ്റ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതാണ് ഇതിൻ്റെ നാവിഗേഷൻ ലൈറ്റ്. ഇത് ബാറ്ററി ചാർജറാണ്. ഇത് ചാർജ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. നാവിഗേഷൻ ലൈറ്റ് മെയിനായിട്ട് ചെക്ക് ചെയ്യണം. പോർട്ട് ആൻഡ് സ്റ്റാർട്ട് ബോർഡ്. ഇനി ടോപ്പ് സൈഡിലൊരു ഫ്ലാഷിംഗ് ലൈറ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ ആഫ്റ്റിലും നാവിഗേഷനുണ്ട്. നാവിഗേഷൻ ലൈറ്റാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററി ഐറ്റംസ് ഒക്കെ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുക. ഇതാണ് ലൈറ്റ് ബോട്ടിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. സോ നമുക്ക് ഇതിൻ്റെ വയറിങ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ വയറിങ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് അതിൽ കാണാൻ സാധിക്കുന്നതെന്ന്.